ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ അവസാനം നമ്മുടെ ഭാര്യയോട് ഭർത്താവ് തൻ്റെ ഉള്ളിലെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു വല്ലാത്തൊരു ഇത് പറയുവാണ്. ആദർശിന് ഇപ്പം നയനയില്ലാത്ത ജീവിതം ശൂന്യമാണെന്നുള്ള കാര്യം അത് കേട്ട് നമ്മുടെ നയന ഒത്തിരി സന്തോഷിക്കുന്നു. നിന്നോടൊന്ന് വഴക്കിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തോ ഒരു കുറവ് സംഭവിച്ചതുപോലെ എനിക്ക് തോന്നണേന്നൊക്കെ പറഞ്ഞു. ഓ അത് ശരി, അപ്പോൾ വഴക്കിടാൻ വേണ്ടി മാത്രമുള്ള ആളാണ് ഞാനല്ലേ എന്ന് നയന ചോദിക്കുമ്പോൾ ദേ ഞാൻ അത് പറഞ്ഞു, നീ എന്നോട് വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ട, നമുക്കേ രാത്രി എല്ലാവരും കിടന്നു കഴിഞ്ഞ് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, പക്ഷെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും ഇല്ല എന്ന് നമ്മുടെ ആദർശ് അങ്ങ് സമ്മതിച്ചു. നയനയ്ക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരുപാട് സംസാരിച്ച് അങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദു അനന്തപുരിയിലേക്ക് വരിക. അപ്പോൾ നന്ദുവിനെ കണ്ടുകൊണ്ട് ചെല്ലുന്നത് നമ്മുടെ ജാനകി ആട്ടോ. ജാനകി ഇത് ആരെയും വന്നിരിക്കണേ, നന്ദുവിനെ കാണുന്നില്ലല്ലോ എന്നിവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക, വാ മോളെ എന്നും പറഞ്ഞ് നമ്മുടെ ജാനകി നന്ദുവിനെ അകത്തേക്ക് വിളിക്കുന്നു. നന്ദു വലിയ സന്തോഷത്തോടെ ആട്ടോ കയറി ചെല്ലുന്നേ. അപ്പോൾ നന്ദു ഇപ്പോൾ പഴയതുപോലെ സ്മാർട്ടല്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നേ, എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നന്ദു പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്ന്. ഇതേ പറഞ്ഞ ആളെത്തിയല്ലോ എന്ന് പറഞ്ഞ് നയനെ കണ്ടപ്പോൾ ജാനകി പറയുക, ഇവള് കല്യാണത്തിൻ്റെ തലേദിവസമേ വരുവുള്ളെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ അച്ഛനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇപ്പം പിന്നെ അമ്മ അങ്ങോട്ട് ചെന്നപ്പോൾ ഇവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതായിരിക്കും എന്ന് പറഞ്ഞു നയന. ഉള്ളത് പറയാലോ, നന്ദു എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണെന്നുള്ള കാര്യം ജാനകി പറയണം. നന്ദുവിനെ കുറിച്ച് പറയുമ്പോൾ അവന് 100 നാവാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി അനീതി നോക്കുക കേട്ടോ, എന്ന് വെച്ചാൽ അവനെ ഇടയ്ക്ക് കരാട്ടയൊക്കെ പഠിപ്പിച്ചത് നന്ദു അല്ലെങ്കിൽ ചോദിച്ചപ്പം ആ പഠിത്തമൊക്കെ ഇടയ്ക്ക് വെച്ച് നിന്നു എന്ന് നയന. ഇവളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കാണുന്നത് പോലെയൊന്നും അല്ല ആള്. ഒറ്റയ്ക്ക് നിന്ന 4-5 തടിമാടന്മാരെയൊക്കെ അടിച്ച് താഴെ ഇടുന്നവളാ. പെൺകുട്ടികൾ അതുപോലെ കുറച്ച് അടവുകളൊക്കെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണെന്ന് ജാനകി. എപ്പോഴായാലും അത് ആവശ്യം വരുമെന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ മോള് വാ എന്ന് പറഞ്ഞ് നയന നന്ദുവിനെ കൂട്ടി അകത്തേക്ക് പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോയ സമയത്ത് നമ്മുടെ ജാനകി ഇങ്ങനെ അവിടെ നോക്കുന്നകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുമ്പോൾ നമ്മുടെ നവ്യയെ കണ്ടു. ആഹാ, ഇത് ആരാ ഇത്? എടി മോളെ, നീ എപ്പോഴും വന്നേന്ന് ചോദിച്ചു. ഇങ്ങനെ നന്ദുവിനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുക കേട്ടോ. എന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ വിമർശിക്കുന്നത് നീയായിരുന്നു, എന്നെ ചേച്ചിയെന്ന് വിളിക്കാൻ പോലും നിനക്ക് മടിയായിരുന്നു എന്നൊക്കെ നന്ദുവിനോട് പറയണു. അതുപോലെ നീ എന്നെ വെറുത്തതാണെന്നൊക്കെ നവ്യ പറയുമ്പോൾ നന്ദു വിഷമത്തോടെ നിൽക്കുക. എന്നെ നീ ഇപ്പം എന്നൊന്ന് വിമർശിക്കാൻ പോലും വിളിക്കുന്നില്ലല്ലോ, നിനക്ക് എന്താ പറ്റിയ മോളെ എന്ന് നവ്യ ചോദിച്ചപ്പം ഇവളെ ഒന്ന് ഉഷാറാക്കി എടുക്കണം ചേച്ചി നമുക്ക്, അതും പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ പറയണു കേട്ടോ. അപ്പോൾ നന്ദു ഇങ്ങനെ നോക്കാം, ഇവളേതെങ്കിലും പ്രേമത്തിൽപ്പെട്ടോന്നാ എൻ്റെ പേടിയെന്ന് നവ്യ പറയാം. നവ്യക്ക് ഈ കഥയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നവ്യ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നയന നോക്കുക കേട്ടോ, നിനക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്, അത് ഇവക്കും അറിയാം അമ്മയ്ക്കും അറിയാം, എന്നോട് മാത്രമാണ് നിങ്ങളാരും ഒന്നും പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദു ഇങ്ങനെ നോക്കാം. എടി, ഞാനിപ്പോൾ പഴയ നവ്യയല്ല, ഒരുപാട് മാറി. എന്നോട് രഹസ്യം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഞാൻ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല ചേച്ചി, പിന്നെ ഞാൻ എന്താ പറയണ്ടേ? പ്രശ്നമില്ല എന്ന് നീ വെറുതെ പറയണതാ. നീ ഇപ്പോൾ പറയാം ആൺകുട്ടിയായിട്ടൊന്നും അല്ല നടക്കണേ, നിനക്ക് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നവ്യ അന്നേരം പറഞ്ഞു. വെറുതെ ഓരോന്ന് കുത്തി ചോദിക്കേണ്ട ചേച്ചി, ഈ പറയുന്ന മാറ്റമൊന്നും അവൾക്കില്ല എന്ന് നയന നവ്യോട് പറഞ്ഞപ്പോൾ ഇത് കുഴപ്പം പിടിച്ച പ്രായവാ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് ചേച്ചിയുടെ കാര്യത്തിലാണ്. ചേച്ചി ആ പണക്കാർ പയ്യന്മാരെ കിട്ടണമെന്നും പറഞ്ഞ് ഈ പ്രായത്തിൽ ഓടി നടന്നത്, പക്ഷേ നന്ദു അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നതും പറയുന്നതും. മോളെ, ഈ പ്രായത്തിൽ അങ്ങനെ പലതും നമ്മുടെ മനസ്സിൽ തോന്നും, പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായിരിക്കില്ല. നിന്നെ കാണുമ്പോൾ എനിക്കറിയാം നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന്, നിൻ്റെ മനസ്സിനെ ആരോ പിടിച്ച് കുലുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതാരാണെന്ന് നീ പറ മോളെ എന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ നിർബന്ധം. ഇനിയിപ്പം നിൻ്റെ കാര്യം നോക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്, നീ പറയാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഒരു വേസ്റ്റ് ആണെങ്കിലും ആദർശേട്ടനോട് കാര്യം പറഞ്ഞാലുണ്ടല്ലോ, ആദർശേട്ടൻ കൂടെ നിൽക്കുന്നു നവ്യ പറയുന്നു. അതല്ല ചേച്ചി, അതിനെന്തെങ്കിലും കാര്യം വേണ്ടേന്ന് ചോദിച്ചു നമ്മുടെ നന്ദു. ഞാൻ പറഞ്ഞില്ലേ മോളെ, നിൻ്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവം കൊണ്ടാണ് നിന്നെ എല്ലാവരും ഇങ്ങനെ സംശയിക്കുന്നതെന്ന് നയന പറയാം. നിൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് നീ തിരിച്ചു വന്നാൽ മാത്രമേ ശരിയാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്ര നാൾ കൂടിയാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടുന്നതെന്ന് നവ്യ അന്നേരം പറഞ്ഞു. നീ നല്ല ഉഷാറാവണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും കൂടെ സംസാരിക്കുമ്പോൾ എന്തിനാ ചേച്ചിന്ന് ചോദിച്ചു. കണ്ടോ, മുമ്പ് ഇവളിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് നവ്യ. എല്ലായിടത്തും കയറി അലമുണ്ടാക്കുന്നവളായിരുന്നു, ഇപ്പോൾ സംസാരം പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ചേച്ചി, ചെറിയ മാറ്റങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അന്നേരം നവ്യയോട് പറയാം. നയനെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ നന്ദു ഒന്ന് അവിടെ നിന്ന് അങ്ങ് പോയി. ഇതെന്താ അവൾക്ക് പറ്റിയ? ഒന്നുമില്ലേ ചേച്ചി എന്ന് നവ്യയോട് നയന പറയുമ്പോൾ ഇത് എല്ലാവരും എന്നിൽ നിന്ന് മാത്രം ഇതിനെ മറച്ചു വയ്ക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറയാൻ മാത്രമൊന്നും ഇല്ലേ ചേച്ചി,
എന്തായാലും ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവളുടെ മനസ്സിലുള്ളത് കണ്ടുപിടിക്കാം, അതുവരെ നമ്മൾ അവളെ ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നയനെ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ നവ്യ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക എന്തോ ഉണ്ടല്ലോ എന്നേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ ഒരിടത്ത് പോയി മാറി നിൽക്കുന്നു. ഈ സമയത്ത് അനി പുറത്ത് പോയിട്ട് വരുന്നു. അനിയെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിന് ആകെ വിഷമവും വെപ്രാളവും ഒക്കെ ആയി. അനിയുടെ റൂമിലേക്ക് എന്നിട്ട് നന്ദു ഇങ്ങനെ അവിടെ ഇങ്ങനെ പോയിരിക്കുക. അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു, മനസ്സിന് ഭയങ്കര ആ ഒരിത്. ആ സമയത്ത് നമ്മുടെ അനിയെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അമ്മ അവിടെ ഇരിപ്പുണ്ട്, അതായത് ജാനകി അനിയെ കണ്ടപ്പോൾ നിന്റെ നിരാശയൊക്കെ മാറ്റിയെടുക്കാനേ ഒരാളിവിടെ വന്നിട്ടുണ്ടെന്ന് ജാനകി പറഞ്ഞു. ഇങ്ങനെ നോക്കുക എന്ന് വെച്ചാൽ കല്യാണം ഉറപ്പിച്ചിട്ട് നിന്റെ മുഖത്തൊരു തെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അന്നേരം ആരാന്ന് ചോദിച്ചു. അപ്പോൾ നന്ദു വന്നേക്കണേന്ന് പറഞ്ഞു. ഞാൻ കരുതി അവൾ നേരത്തെ വരില്ല എന്ന്. അവളുടെ 2 ചേച്ചിമാരെ ഇങ്ങോട്ടല്ലേ അയച്ചത്, പിന്നെ അവൾ വരാതിരിക്കാൻ എന്താ കാരണം എന്ന് ജാനകി. സത്യം പറഞ്ഞാൽ അവളുടെ അച്ഛനും വരേണ്ടതാ, അതല്ലേ ശരിക്കും നാട്ടു നടപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നന്ദു വന്നല്ലോ അമ്മേ, ഇനിയിപ്പോൾ എനിക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരാളായല്ലോ എന്ന് പറഞ്ഞു. ഇനി ആ കൊച്ചിനും ഇപ്പോൾ പഴയതുപോലെ സ്മാർട്ട്നെസ് ഒന്നും ഇല്ലെന്നാ നയന പറഞ്ഞതെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ മനസ്സിലേക്കും ആരെങ്കിലും കയറി കൂടിയോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഏയ് നന്ദു അങ്ങനൊരു ടൈപ്പൊന്നും അല്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അനി പറഞ്ഞു. കുഴപ്പമുണ്ടെന്നാ അവളുടെ ചേച്ചിമാർ പറയണേന്ന് നമ്മുടെ ജാനകി പറഞ്ഞു. പിന്നെ പഴയൊരു ഉന്മേഷം അവളുടെ മുഖത്തില്ലാന്ന് എനിക്ക് തോന്നിയെന്ന് ജാനകി പറഞ്ഞു. ഇനിയിപ്പോൾ രണ്ടുപേരുടെ വിഷമങ്ങളും ഷെയർ ചെയ്യുക, എന്നിട്ട് 2 പേരും നല്ല സ്മാർട്ടാകാൻ നോക്കാൻ അമ്മ മോനോട് പറഞ്ഞു കൊടുക്കുക. അപ്പം ശരി അമ്മയെന്ന് പറഞ്ഞ് നമ്മുടെ അനിയകത്തേക്ക് കയറിപ്പോയി. ജാനകി അവിടെ നിന്ന് ബ്ലൗസൊക്കെ തുന്നിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ നന്ദ റൂമിൽ നിന്ന് ഇറങ്ങി വീണ്ടും പുറത്തേക്ക് വന്നു. അങ്ങനെ പോയി വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ അനി വരുന്നത്. നന്ദു താൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു. താനെന്താ വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത്? നീ ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ എന്ന് അനി പറഞ്ഞപ്പം, അപ്പോൾ നയനേച്ചി നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത് എന്ന് നമ്മുടെ നന്ദു പറയാം. അല്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞേ, അല്ലെങ്കിൽ നീ വരത്തില്ലേ എന്ന് ചോദിച്ചു അനി. എൻ്റെ കല്യാണത്തിന് നീ 3-4 ദിവസം മുന്നേ വന്നില്ലെങ്കിൽ പിന്നെ ഏത് കല്യാണത്തിനാണ് നീ വരുന്നേ എന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു നമ്മുടെ നന്ദു. നിനക്ക് മൊത്തത്തിലൊരു പതർച്ച ഉണ്ടല്ലോ, എന്താണെന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നുമില്ല അനി, നിനക്ക് തോന്നുന്നതാ. പിന്നെ അനി എന്നെ മറ്റൊരു തരത്തിൽ കണ്ടതിൻ്റെ വിഷമം എനിക്കുണ്ടെന്ന് നന്ദു പറഞ്ഞു. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ നന്ദു? ഈ ലോകത്ത് എത്രയോ പേര് പരസ്പരം സ്നേഹിക്കുന്നു, അവരെല്ലാവരും ഒന്നിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദു ഇങ്ങനൊന്നും മിണ്ടാതെ നിൽക്കാം. നമുക്ക് സാധാരണ മനുഷ്യർക്കിടയിൽ നടന്ന കാര്യങ്ങളല്ലേ നടന്നിട്ടുള്ളൂ, അപ്പോൾ അനി ഓക്കെ ആണല്ലേ എന്ന് നന്ദു ചോദിച്ചു. അപ്പോൾ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല എന്ന് അനി നന്ദുവിനോട് പറയാം. പിന്നെ അനാമിക ഒരിക്കലും എൻ്റെ ഭാര്യയായി വരേണ്ട ഒരാളല്ല, കാരണം അവളെ ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് നമ്മുടെ നന്ദുവിനോട് അനി തുറന്നു സംസാരിക്കുന്നു. നന്ദുവിനെ കണ്ട ശേഷം എൻ്റെ മനസ്സിൽ ചെറിയൊരു ചലനമെങ്കിലും ഉണ്ടായിട്ടുള്ളതെന്നും അതിനു മുൻപ് വരെ കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ലെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അനി പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണല്ലോ അനി, ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട, പ്രത്യേകിച്ച് ഇവിടെ വെച്ചെന്ന് പറഞ്ഞങ്ങനെ നമ്മുടെ നന്ദു പറയുന്നു. അപ്പോൾ നന്ദു നേരത്തെ വന്നല്ലോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നന്ദുവിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും വേണ്ട, കല്യാണമായിട്ട് ഇവിടെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് എല്ലാവരെയും സഹായിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ വന്നതെന്ന് നമ്മുടെ നന്ദു പറയുക. അപ്പം ഞാൻ നന്ദുവിനെ സ്നേഹിച്ചത് അത്ര വലിയ തെറ്റാണോ എന്ന് അനി അന്നേരം ചോദിച്ചു. ഞാനെന്താ മഹാപാപം ചെയ്തതുപോലെയാണല്ലോ നന്ദു ഇപ്പോഴും സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടായെങ്കിൽ അതിന് നന്ദുവും കാരണക്കാരിയാണെന്നുള്ള കാര്യം നമ്മുടെ അനി പറഞ്ഞു. അത് ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല കേട്ടോ. നമുക്കൊപ്പം ഏതു നേരം കറങ്ങി നടക്കുന്ന സുഹൃത്തുക്കളാ രാകേഷും വിഘ്നേഷും ഒക്കെ, അവർക്ക് പോലും ആ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് അവർ കരുതിയിരുന്നത്. എന്താ അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? അവന്മാർ അതിനെപ്പറ്റിയൊക്കെ എന്നോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നന്ദുവിൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് കരുതിപ്പോയത് ആ ഒരു സംഭവം കൊണ്ടാട്ടോ എന്നൊക്കെ അന്നിങ്ങനെ പറഞ്ഞപ്പോൾ, എൻ്റെ മനസ്സിൽ അനി ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ അനി ചിന്തിക്കുന്ന രീതിയിലൊന്നും അല്ല ഞാൻ അനിയെ കണ്ടത്. അപ്പോൾ അതെനിക്ക് മനസ്സിലായെന്ന് പാവം നമ്മുടെ അനി അന്നേരം നന്ദുവിനോട് പറയാം. എന്ന് വെച്ച് അങ്ങനെ തെറ്റുപറ്റിപ്പോയതിൻ്റെ പേരിൽ നല്ല സുഹൃത്തുക്കൾ എന്താ അകന്നു പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു അകൽച്ചയില്ലല്ലോ പിന്നെന്താന്ന് ചോദിച്ച് നന്ദു ഇങ്ങനെ ചോദിക്കാം. അനി ഇപ്പോഴും അനാമികയോട് താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് നയനേച്ചിയൊക്കെ പറഞ്ഞത്. അനി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഞാൻ കാരണമാണെന്ന് എല്ലാവരും ധരിക്കും, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞു. കല്യാണത്തിന് എന്നെ ഒരുക്കാൻ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല, രാകേഷും വിഘ്നേഷും ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടെ താനും വേണം കേട്ടോ എന്ന് പറഞ്ഞു. നന്ദു അന്നേരം ഒന്നും വേണ്ടുന്നില്ല, അതെങ്കിലും ചെയ്തു തരില്ലേ എനിക്ക് വേണ്ടിയിട്ടെന്ന് നന്ദുവിനോട് അനി ചോദിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. നന്ദു ആണെങ്കിൽ നെഞ്ച് പൊട്ടുന്ന വേദനയോടെ അവിടെ അങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് രാത്രിയായി. നമ്മുടെ
നയനയെയും ആദർശിനെയും കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി പുറത്ത് പോകാനായിട്ട് അനിയുടെ ബുള്ളറ്റൊക്കെ എടുത്ത് അങ്ങനെ രണ്ടുപേരുടെ രാത്രി പോകാനായിട്ട് ഇരിക്കുന്നു. കാറിന് പോയിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ അത് ബുള്ളറ്റിനായി. അങ്ങനെ നമ്മുടെ നയന ആദർശിനെ വട്ടം കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ നമുക്കിത് പതുക്കെ ഉന്തിക്കൊണ്ട് പോകാമെന്ന് ആദർശ് പറഞ്ഞു. അതെന്തിനാ? ഇടി നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഒച്ച അവർ കേൾക്കില്ലേ, ഗേറ്റിന് പുറത്ത് പോയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ പറയുമ്പോൾ അതിനെന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നതെന്ന് ചോദിച്ചു. നീ ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദർശ് വണ്ടി ഉന്തി അങ്ങ് പോകുന്നു. നയന നടന്ന് കൂടെ പോകണം. ഈ വണ്ടിയൊക്കെ തള്ളാനായിട്ട് ആദർശേണ്ട് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ബുള്ളറ്റ് തള്ളാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ടെന്ന് ആദർശ് പറയണം. മുമ്പൊരു ദിവസം ശ്വാസം മുട്ടൽ വന്നപ്പോൾ സ്കൂട്ടറിൽ കെട്ടിവെച്ചുകൊണ്ടല്ലേ ഞാൻ പോയത്. കെട്ടുകൾ അങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് പോകുന്നതിൽ ഒരു കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്നിട്ടും അതിൻ്റെ ഒരു നന്ദിയോ സ്നേഹമോ ഒന്നും കണ്ടില്ലല്ലോ. അതിൻ്റെ കടം വീട്ടിക്കൊണ്ടിരിക്കാൻ നീ ഒന്ന് ഗേറ്റ് തുറക്കാൻ പറഞ്ഞു നയനോട്. അങ്ങനെ നയന ഗേറ്റ് തുറന്നു. ആദർശ് പുറത്തിറങ്ങി ബുള്ളറ്റ് ഓണാക്കി. നമ്മുടെ നയന കയറിയിരിക്കുന്നു. രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ പോണു. ഈ സമയം പിന്നെ കാണിക്കാൻ നമ്മുടെ നന്ദുവിനെ കേട്ടോ. നന്ദു ആണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ കിടക്കുകയാണ്. പക്ഷെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അനിയോട് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അനിയെ കാണുമ്പോൾ എൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ എന്തിനാ അനിയെ കാണുമ്പോൾ ഇങ്ങനെ ചൂളുന്നത്? അവൻ്റെ മുന്നിൽ ചിരിച്ച മുഖമായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ എന്നൊക്കെ നന്ദു ഇങ്ങനെ റൂമിൽ കിടന്ന് ആലോചിക്കാം. എൻ്റെ മനസ്സിലൊരു നീറ്റിലായിട്ട് അനി മാറുന്നത് എന്തുകൊണ്ടാ? അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു. ആ ഒരു സമയത്ത് പിന്നെ നമ്മുടെ അനി ചിന്തിക്കുവാണ്. അനിയുടെ കാര്യം ആലോചിച്ച് കിടക്കുന്ന നമ്മുടെ നന്ദുവിൻ്റെ മുന്നിലേക്ക് പ്രതിരൂപം വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുവാണ്. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ചുകൊണ്ട് നിന്റെ കുടുംബം തകർക്കുന്ന എന്തിനാ, ഇതെന്തിനാണെന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അനിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കിടക്കുന്ന അനിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നന്ദുവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഞാൻ അവളെ കാണുകയും വിളിക്കുകയും മിണ്ടുകയും ഒക്കെ ചെയ്യുന്നതാ. നന്ദുവിനെ ഞാൻ പാടെ ഒഴിവാക്കിയതാ. എന്നിട്ടും അനാമിക എന്തുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് കയറാത്തത്? അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അനാമിക സ്നേഹിക്കാൻ കഴിയാത്തത് എന്നൊക്കെ ഇങ്ങനെ അനി ഇന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അനാമിക എന്ന് പറയുന്ന ഭൂലോക വേസ്റ്റിനെ കുറിച്ച് നമ്മുടെ അനി ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിയുന്നു. അതായത് അനാമിക തനിക്ക് പറ്റിയ പെണ്ണല്ല, അല്ലെങ്കിൽ അവളെ എനിക്ക് ജീവിതത്തിൽ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളത്. ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ അനി അവിടെ ശ്വാസം മുട്ടുന്നു. അതുപോലെ ഇവിടെ നമ്മുടെ നന്ദു ശ്വാസം മുട്ടുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം മുട്ടി ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും നയനെയാണ്. അവർ പുറത്ത് നിന്നു. അപ്പോൾ ഒരിടത്ത് ഒന്ന് വണ്ടി നിർത്തി. അപ്പോൾ ഇവിടെ എന്തിനാണ് വണ്ടി നിർത്തിയെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പൂ മേടിക്കുന്ന ചേച്ചി വലിയ കച്ചവടമൊക്കെ കഴിഞ്ഞ് ഇതിലേ അങ്ങ് പോകും. പ്രത്യേകിച്ച് ഓണം വരുന്നത് കൊണ്ട് പൂവിനൊക്കെ നല്ല ഡിമാൻഡാണല്ലോ. നീ വാ എന്ന് പറഞ്ഞ് നമ്മുടെ നയനെയും വിളിച്ചുകൊണ്ട് ആ കടയിലേക്ക് ചെന്നു. എന്നിട്ട് ചേച്ചി ഒരു 2 മുഴം മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പൂ നമ്മുടെ നയനയ്ക്ക് മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പൂക്കടയിൽ നിൽക്കുന്ന സമയത്ത് പിന്നാലെ ഒരു വണ്ടി വരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ വരുന്നത് വേറെ ആരും ആയിരുന്നില്ല, അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു. ജയൻ കൊണ്ടൊന്ന് വണ്ടി അങ്ങ് നിർത്തിയിട്ട് ദേവയാനിയെ കാണിച്ചു കൊടുക്കുക. അമ്മയെ വിളിച്ച് പാവ ആദർശ് പുറത്തിറങ്ങിയതാ, പണി പാളി. അപ്പോൾ എന്തായാലും നമ്മുടെ ദേവയാനി നോക്കുമ്പോൾ കാണുന്നത് രണ്ടുപേരും കൂടെ പൂക്കടയിൽ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ആദർശ് പൂ മേടിച്ച് നയനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ അത് കണ്ട് നമ്മുടെ ദേവയാനിയുടെ ചങ്ക് തകർന്നു പോയി. ദേവയാനി തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് എന്ത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റ.